ഒരുത്തന്റെ പേര് മനീഷ്, അവന്റെ വീട് കമ്പ. മറ്റൊരുത്തൻ ഇവിടുത്തെ SI രജിത്ത്. എല്ലാവരെയും ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് കിട്ടിയതൊന്നും തിരിച്ചു കൊടുക്കാത്ത ചരിത്രം ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനില്ല എന്ന് മനസ്സിലാക്കിക്കോ. SFI ഒരു വിദ്യാർത്ഥി സംഘടനയാണോ അതോ ഗുണ്ടാ സംഘടനയാണോ? CPMന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു ഗുണ്ടാ സംഘടനയാണ് SFI എന്ന് പറയുന്നതാണ് ശരി. കഴിഞ്ഞ 10 വർഷം, അതിനപ്പുറത്തേക്ക് അവിടെ നിൽക്കട്ടെ, SFI ഒക്കെ സാധാരണക്കാർക്ക് ഒരു ആവേശമായിരുന്ന, വിദ്യാർത്ഥികൾക്ക് ആവേശമായിരുന്ന ഒരു കാലമുണ്ട്. SFI KSU നമ്മുടെ വിദ്യാർത്ഥി കാലഘട്ടം. ഇന്നത് മാറി. ഇന്ന് വിദ്യാർത്ഥികൾ എന്ന സ്ഥാനത്ത് ഒരു ഗുണ്ടാ സംഘമായി മാറിയിട്ടുണ്ട്. നമുക്കറിയാലോ വയനാട് സിദ്ധാർത്ഥന്റെ കഥ. സിദ്ധാർത്ഥിനെ എറണാകുളത്ത് നിന്ന് തിരികെ വിളിച്ചു കൊണ്ടുവന്ന് അതിന്റെ വസ്ത്രമൊക്കെ അഴിച്ചു മാറ്റി തുള്ളി വെള്ളം പോലും കൊടുക്കാതെ 3 ദിവസം തല്ലി ക്രൂരമായി മർദ്ദിച്ച് ഭക്ഷണം പോലും കൊടുക്കാതെ കെട്ടുതൂക്കി കൊന്ന കഥ നമുക്കറിയാം. പിന്നീട് ഷഹബാസിനെ വളഞ്ഞിട്ട് ആക്രമിച്ച് അവനെയും കൊന്നു. ഇവരെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി CPMന്റെ നേതൃത്വം നിൽക്കുകയും ചെയ്തു. പിന്നെ CPMന്റെ നേതാക്കളുടെ ഗുണ്ടാ സംഘടന, പ്രായം കുറഞ്ഞ ഗുണ്ടാ സംഘടനയാണ് SFI എന്ന് പറയാതിരിക്കാൻ വയ്യല്ലോ. ഇനി SFIയുടെ സമരം എടുത്തു നോക്ക്. ഏത് സമരത്തിലാണ് അക്രമമില്ലാത്തത്, തെറിവിളി ഇല്ലാത്തത്? അതായത് പച്ച തെറിവിളിയെ, തങ്ങൾക്ക് താല്പര്യമില്ലാത്ത മുഴുവൻ ആൾക്കാരെയും തെറിവിളിക്കുന്നു. അതുപോലെ ഏത് വിധത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ നടത്തുന്നു. മറുവശത്ത് ആരാണെന്ന് നോക്കുന്നേ ഇല്ല. നമുക്കറിയാം ഇതിനു മുമ്പ് ഗവർണറുടെ കഥ. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇറങ്ങി നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മുന്നിൽ ചെന്ന് ചാടാണ്. അദ്ദേഹം മര്യാദയ്ക്ക് ഒരു കേസെടുക്കാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവറ്റകൾക്ക് പിന്നെ ജീവിതകാലം പുറത്തിറങ്ങാൻ പറ്റൂല. എന്നിട്ടും അവരെ ഇറക്കി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഗവർണറെ വഴി തടഞ്ഞ് അദ്ദേഹത്തെ മർദ്ദിക്കാൻ പോലും ശ്രമിച്ച് ആ വിധത്തിൽ ഗുണ്ടായിസം കാണിക്കുന്നത് കണ്ടു. തെരുവില് വിളയാട്ടമായിരുന്നു, ഗുണ്ടകളുടെ വിളയാട്ടമായിരുന്നു. അവിടെ പോലീസ് കാവലും ഉണ്ടായിരുന്നു. പിന്നെ എല്ലാം തല്ലി തകർക്കലാണ്. കഴിഞ്ഞ 10 വർഷം ഇവിടെ ഹർത്താൽ ഇല്ലായിരുന്നു. പിണറായി ആയിരുന്നു ഭരിച്ചിരുന്നത്, കോൺഗ്രസ് ആയിരുന്നു പ്രതിപക്ഷം. ഹർത്താൽ വേണ്ട എന്ന് കോൺഗ്രസിന് തീരുമാനിച്ചു. അതുകൊണ്ട് സമാധാനം. എന്നാൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങും. ഇനിയിപ്പോ SFIയും DYFIയും ഒക്കെ അങ്ങോട്ട് തുടങ്ങും. ഈ CPM എന്ന് പറയുന്ന സംഘടനയുടെ തല്ലുണ്ടാക്കാനും തല്ല് കൊടുക്കാനും കൊള്ളാനും ചാകാനും കൊല്ലാനും വേണ്ടി നിൽക്കുന്ന 2 വിഭാഗങ്ങളാണ്. ഒന്ന് DYFIയും പിന്നെ SFIയും. അതിൽ SFIക്കാരുടെ കാര്യമാണ് ഏറ്റവും കഷ്ടം. അത് നാളെയുടെ തലമുറയാണ് എന്നാണ് പറയുന്നത് വിദ്യാർത്ഥികൾ. എന്നാൽ ആ നാളെയുടെ തലമുറകളായിട്ടുള്ള വിദ്യാർത്ഥികളെ തല്ലിനും കൊലയ്ക്കും വേണ്ടി മാത്രം വളമിട്ട് വളർത്തുന്നത് പോലെയാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിലിരിപ്പും ശരിയല്ല, വായിലിരിപ്പും ശരിയല്ല. അക്രമ രാഷ്ട്രീയമാണ്. എല്ലാം തച്ച് തകർത്ത് ആരെയും തന്തയ്ക്ക് വിളിച്ച് ആരെയും തെറി വിളിച്ചാണ് അവരുടെ മുന്നേറ്റം. കഴിഞ്ഞ ദിവസം നോക്കൂ, പോലീസുകാരുടെ പേരെടുത്ത്, ചില പോലീസുകാരുടെ പേരെടുത്ത് പറഞ്ഞിട്ട് നിങ്ങളെയൊക്കെ വീട് ഞങ്ങൾക്ക് അറിയാം, നിങ്ങൾ മര്യാദയ്ക്ക് കിടന്നുറങ്ങൂല എന്ന മട്ടിൽ കൊലപാതകം, നിങ്ങളെ കൊല്ലും, വധഭീഷണി മുഴക്കിക്കൊണ്ട് എന്താ പറയാ ഭീഷണിപ്പെടുത്താണ്. ജനമധ്യത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കണം. ഇതിനുള്ള ധൈര്യം അവർക്ക് നിന്നാണ് കിട്ടുന്നത്. ഭരണമില്ല എന്ന് മനസ്സിലാക്കണം. നേരത്തെ CPMന്റെ ഭരണം ഉണ്ടായിരുന്ന സമയത്ത്, പിണറായി വിജയൻ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് തോന്നിയതുപോലെ ആകാമായിരുന്നു. അവരെ സംരക്ഷിച്ചിരുന്നു. രക്ഷാപ്രവർത്തനം എന്നായിരുന്നു അതിനെ പേരിട്ട് വിളിച്ചിരുന്നത്. തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആരെയും എന്തും എങ്ങനെയും പറഞ്ഞു കഴിഞ്ഞാലും അതിനെയൊക്കെ രക്ഷാപ്രവർത്തനം എന്ന് വിളിച്ച് ഈ തല്ലേയും കൊല്ലുകയും ചെയ്യുന്നവനെ സംരക്ഷിച്ച് നിർത്തിയിരുന്നു. നവീൻ ബാബുവിന്റെ കഥ നമുക്കറിയാലോ. നവീൻ ബാബുവിനെ ഇല്ലാതാക്കിയവരൊക്കെ സുഭിക്ഷമായിട്ട് സന്തോഷത്തോടെ കഴിഞ്ഞു പോകുന്നു. സ്വന്തം പാർട്ടിക്കാരനാ. അദ്ദേഹം സഞ്ചരിച്ച വഴികളിലെ CCTV ദൃശ്യങ്ങൾ ഇതുവരെ എടുത്തിട്ടില്ല. അത് മാത്രമല്ല, കൊലപാതകം തെളിയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയെന്ന് വിചാരിച്ചു കൊണ്ടുവന്ന് വളരെ പെട്ടെന്ന് കത്തിച്ചു കളഞ്ഞു. ഇനിയൊരു പോസ്റ്റ്മോർട്ടം സാധിക്കാത്ത വിധം പാർട്ടി തന്നെ ഇടപെട്ട് നടത്തുന്നത് കണ്ടു. അതായത് നേതൃത്വം കൊള്ളാം, കുട്ടികളും കൊള്ളാം, അമ്മാവനും കൊള്ളാം, കുട്ടികളും കൊള്ളാം എന്ന് പറയുന്നത് പോലെയാണ് CPMന്റെ അവസ്ഥ. പക്ഷെ ഭരണം മാറിയതും പോലീസിന്റെ സ്വഭാവം മാറിയതും ഇവരെ അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷം അടക്കി ഭരിച്ച് അടിമകളാക്കി വെച്ചിരുന്നതാണ് ഈ പോലീസുകാരെ. ആ പോലീസുകാർക്ക് അവരുടെ ആത്മാഭിമാനത്തിന്മേൽ കഴുത്തിൽ കയറി കെട്ടി കാലിൽ വെച്ച് അങ്ങലിട്ട് നടന്നിരുന്നപ്പോ അവർക്ക് സ്വാഭാവികമായിട്ടും കലിപ്പുണ്ടാവൂലേ? അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കണമെന്ന്, ഒരു സംസ്ഥാനത്തെ പോലീസ് സംവിധാനമായി പ്രവർത്തിക്കണമെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? അതാണ് ഇപ്പൊ കണ്ടുവരുന്നത്. കഴിഞ്ഞ ദിവസം കൊലവിളിക്കുമെന്ന് പരസ്യമായി വിളിച്ചു പറഞ്ഞിട്ടുള്ള ചെറുപ്പക്കാർക്കെതിരെ, വിദ്യാർത്ഥികൾ 3 പേർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. കണ്ടാൽ അറിയാവുന്ന 10-50 പേർക്കെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ടെന്ന്. പഴയ അവസ്ഥയായിരിക്കില്ല ഇനി. കിട്ടിക്കഴിഞ്ഞാൽ തല്ലി ചതയ്ക്കും. അത് പാലക്കാട് കണ്ടതാണ്. പാലക്കാട് രമേശ് പിഷാരടിയുടെ വാഹന വ്യൂഹത്തിന്, അതായത് ജയിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ആഹ്ലാദ പ്രകടനം പോകുമ്പോൾ അതിന് നേരെ കല്ലെറിയുകയും
അങ്ങനെ കല്ലെറിഞ്ഞവരെ പോലീസ് അവരുടെ പാർട്ടി ഓഫീസ് കയറി തല്ലി നിരത്തുകയും ചെയ്ത് നമ്മൾ കണ്ടു. മുമ്പൊന്നും പോലീസ് പാർട്ടി ഓഫീസിന്റെ ഏഴെടുത്ത് വരില്ല, പേടിയാണ്. പക്ഷെ ഇപ്പൊ പോലീസ് മാറി. പുതിയ മന്ത്രിസഭ അധികാരത്തിൽ ഏറിയിട്ടില്ല, സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല. പക്ഷെ അപ്പോഴും പോലീസിന് അറിയാം തങ്ങൾക്ക് ഇനി പോലീസായി നിലകൊണ്ടേ പറ്റുള്ളൂ എന്ന്, ഇല്ലെങ്കിൽ നിലനിൽപ്പുണ്ടാവില്ല എന്ന്. ആ വിധത്തിലാണ് CPM ഈ SFI കുട്ടികളെ അഴിഞ്ഞാടാൻ ഇറക്കി അങ്ങോട്ട് വിടുന്നത്. മണ്ട കീറുന്നെങ്കിൽ ആരാന്റെ കുട്ടികളുടെ മണ്ട, തല പൊളിയുന്നെങ്കിൽ അത് ആരാന്റെ കുട്ടികളുടെ തല, ജീവൻ പൊലിയുന്നെങ്കിലും അത് ആരാന്റെ കുട്ടികളുടെ, നേതാക്കന്മാരുടെ കുട്ടികൾക്കോ നേതാക്കന്മാർക്കോ യാതൊന്നും സംഭവിക്കുന്നില്ല. ഏതെങ്കിലും നേതാവ് ഇതിനിടയിൽ ചെന്ന് പോലീസിന്റെ അടി വാങ്ങുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇവിടെ SFIയും DYFIയും അടി കൊള്ളാനും ചാവാനും കുറെ യുവാക്കൾ, ഭർത്താക്കന്മാരില്ലാത്ത കുറെ വിധവകളെ സൃഷ്ടിക്കാൻ, വിദ്യാർത്ഥികൾ പോലും നമുക്ക് കണ്ണൂർ രാഷ്ട്രീയത്തിൽ നോക്കിയാൽ അറിയാം, കൈപ്പൊത്തി പോയത്, വിരല് പോയതൊക്കെ എത്രയാണ് ബോംബുകൾ പൊട്ടിയിട്ടും അല്ലാതെ. അതിനൊന്നും ഒരു തെളിവോ കാര്യങ്ങളൊന്നും ഇല്ല, അഥവാ ഉണ്ടാക്കില്ല. പക്ഷെ പോയവന് പോയി. കുറെ കഴിയുമ്പോൾ ഒരു രക്തസാക്ഷി മണ്ഡപം ഉണ്ടാക്കിക്കും, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി രക്തസാക്ഷി മുദ്രാവാക്യങ്ങൾ വിളിക്കും. അപ്പോഴാണ് അറിയുന്നത് തങ്ങൾക്ക് വേണ്ടി ബോംബുണ്ടാക്കാനും തങ്ങൾക്ക് വേണ്ടി ചാകാനും വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരാണ് അത് എന്ന്. അതുവരെ അംഗീകരിക്കില്ല. ഏതായാലും പോലീസ് അവരുടെ നെല്ലിപ്പലക കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി പോലീസ് അടിച്ചു നിരത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത് പിണറായി ഭരണമല്ല, പോലീസുകാർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ പറ്റിയ ഒരു സാഹചര്യം ഉണ്ടെന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടത് കൊണ്ടാണ് അവർ കർശനമായ നിലപാടുകളും നടപടികളും എടുത്തിട്ടുള്ളത്. നല്ല വകുപ്പുകളിടും, അകത്ത് പോയി കിടക്കേണ്ടി വരും, നല്ലോണം അടി കൊള്ളേണ്ടി വരും, കൈയും കാലും പൊട്ടി എല്ലും പൊട്ടി വീട്ടിലിരിക്കുമ്പോൾ വീട്ടുകാർ പറയും, വേണ്ട, പാർട്ടിക്ക് വേണ്ടിയിട്ടാണെങ്കിലും നിന്റെ കൈയും കാലുമാണ് ഒടിയുന്നത്, ഞാനാണ് നിനക്ക് ഭക്ഷണം വാരി തന്നതും ചന്തി കഴുകി തരുന്നതും, ഇനി എനിക്ക് ഇമാരുള്ള പരിപാടി ചെയ്യാൻ എന്റെ പൊന്നു മക്കളെ, SFIയും വേണ്ട, ഒന്നും വേണ്ട, അങ്ങോട്ട് പോണ്ട എന്ന് വീട്ടുകാർ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് എല്ല് പൊട്ടും. ഇനി എല്ല് പൊട്ടിക്കാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം എന്ന് പാലക്കാട് തെളിയിക്കുന്നുണ്ട്. അതുപോലെ നിയമപരമായി തോന്നിയാസങ്ങൾ കാണിക്കുന്നവർക്കും വെല്ലുവിളിക്കുന്നവർക്കും ഇവിടെ എന്തും കാണിക്കാമെന്ന് കരുതി നിരത്തിലേക്ക് ഇറങ്ങുന്നവർക്കും പൊതുമുതൽ നശിപ്പിക്കുന്നവർക്കും ഒക്കെ കാരാഗൃഹമായിരിക്കും അവരുടെ വാസസ്ഥലം എന്നുകൂടി പറയുന്നിടത്ത്. മാത്രമല്ല, പുതിയ തലമുറയാണ്, പാസ്പോർട്ട് വേണം, ഒന്ന് പുറത്തേക്ക് പോകണം, ഒരു ജോലി വേണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചില ക്ലിയറൻസ് ഒക്കെ വേണം. ആ സമയത്ത് ചുവന്ന വരയിൽ അവിടെയും ഇവിടെയും ചിലതൊക്കെ കാണും. അതൊക്കെ മാച്ച് കളഞ്ഞു പോകാൻ കഴിയാത്ത സിറ്റുവേഷൻ ഉണ്ടാകുമെന്ന് വൈകാതെ ഈ കുട്ടികൾക്ക് മനസ്സിലാവും. പക്ഷെ അപ്പോഴേക്കും അവരുടെ ജീവിതം ഇരുളടഞ്ഞതായിട്ടുണ്ടാവും. അതുകൊണ്ട് പിണറായിസമൊക്കെ അവസാനിച്ചു, CPMന്റെ ഭരണം അവസാനിച്ചു. ഇപ്പോ പ്രതിപക്ഷത്താണ്. പോലീസ് ഭരണപക്ഷത്തേക്ക് മാറിയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് പൊതുനിരത്തിലേക്ക് ഇറങ്ങിയാൽ, ആലോചിച്ച് മറ്റുള്ളവരൊന്ന് വെല്ലുവിളിച്ചാൽ, ആലോചിച്ചുകൊണ്ട് ഇതുപോലെ കൊലവിളി പ്രസംഗങ്ങൾ നടത്തിയാൽ, ഭീഷണികൾ മുഴക്കിയാൽ നന്നാവും. Different angles. Don't forget to subscribe and support this channel.